അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം സുസ്വാഗതം. എടാ മുത്തുകളെ സുത്തുകളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകൾ. അതായത് വൈൽ വ്യൂയിങ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ആൻഡ് നിയർ ബൈ ഒബ്ജക്ട്സ്. ഒന്നുമില്ല മക്കളെ, അതായത് നമ്മള് അടുത്തുള്ളൊരു വസ്തുവിനെ നോക്കുമ്പോഴും അകലുള്ളൊരു വസ്തുവിനെ നോക്കുമ്പോഴും കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപോലെയാണോ? അല്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആണ്, പക്ഷെ എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു സംഭവം. അതായത് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴാണോ, അതോ ഇനി അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴാണോ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത്, അതോ ഇനി അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴാണോ, അതോ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴാണോ ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ ഇനി മാറിപ്പോകരുത്. സ്കീമുണ്ട്. ലൂപ്പ് ഉണ്ട്. എടാ മുത്തുകളെ, അതായത് ഫസ്റ്റ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. എത്ര കാര്യങ്ങൾ? 4 കാര്യങ്ങൾ. അതായത് നിയർ ബൈ ഒബ്ജക്ട്സ്, അതായത് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കണ്ണിൽ പ്രധാനമായിട്ടും 4 മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അത് ഏതൊക്കെ മാറ്റങ്ങളാണ്? അതേപോലെ തന്നെ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും കണ്ണിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? 4 മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ ആർക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് മെയിൻ ആയിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് സീലിയറി മസിൽസിനാണ്. ആർക്കാണ്? സീലിയറി മസിൽസിന്, അതായത് സീലിയറി പേശികൾക്ക്. ഓക്കെ. ഇനി രണ്ടാമത്തേത് ലിഗമെന്റ്സിനാണ്. എന്തിനാണ്? ലിഗമെന്റ്സിന്റെ മലയാളം സ്നായുക്കൾ. എന്താണ്? സ്നായുക്കൾ. സ്പെല്ലിംഗ് തെറ്റരുത്. ഓക്കെ, തെറിയായി പോകും. സ്നായുക്കൾ. എന്താണ്? സ്നായുക്കൾ. മൂന്നാമത്തേത് കർവേച്ചർ ഓഫ് ലെൻസ്. എന്താണ്? കർവേച്ചർ ഓഫ് ലെൻസ് അല്ലെങ്കിൽ ലെൻസിന്റെ വക്രത. നാലാമത്തേത് ഫോക്കൽ ലെങ്ത്, അതായത് ഫോക്കൽ ദൂരം. ഈ 4 കാര്യങ്ങൾക്കാണ് മാറ്റം സംഭവിക്കുന്നത്. ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഇത് പഠിക്കാനുള്ള സ്കീം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന് എന്ത് ചെയ്യാന്നറിയോ? ഈ ഒരു സ്ലൈഡ് നോക്കണം. ഇത് നോക്കി ഇവിടെ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണ് തഞ്ചത്തിയില്. ആ പാട്ട് കേട്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഇതിലിതാ ഈ ചങ്ങായി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പെൺകുട്ടിനെ വായി നോക്കാണ്. ഓക്കെ, ഒരു അടുത്തുള്ളൊരു പെൺകുട്ടി, തൊട്ടടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിനെ വായി നോക്കാണ്. ഇനി ഇവിടെ വേറെ ഏതോ ഒരു സുഹൃത്തുണ്ട് കേട്ടോ. അയാൾ എന്താണ് ദൂരെയുള്ള ഈ 2 പെൺകുട്ടികളെ വായി നോക്കാണ്. ഏത് വായി നോക്കാനാണ് സുഖം? ദൂരെയുള്ള ഒരു പെൺകുട്ടികളെ വായി നോക്കാനാണോ, അതോ അടുത്തുള്ള ഒരു പെൺകുട്ടിനെ വായി നോക്കാനാണോ സുഖം? ദൂരെയുള്ളതാകുമ്പോൾ പ്രശ്നമില്ല, ടെൻഷൻ ഇല്ലല്ലോ. കാരണം ഇപ്പോൾ ദൂരെ ഒരു ബസ് സ്റ്റോപ്പിൽ 2 കുട്ടികൾ ഇരിക്കുകയാണ്. നമ്മളൊരു ടെറസിന്റെ മുകളിലാണ്. നമുക്ക് ദൂരെ നിന്നുണ്ട് എന്താ കൂളായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാം, ലാവിഷ് ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് നോക്കാം. കാരണം അവർ കാണൂല. പക്ഷെ അടുത്തുള്ള കുട്ടീനെ ഇനിയിപ്പോൾ കാണോ, പ്രശ്നമാവോ, അടി കിട്ടോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും ഇല്ലേ? സ്വാഭാവികമാണ്. ഓക്കെ, ആ ഒരു സാധനം എന്ത് ചെയ്യുക, മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഇനി വരൂ. അതായത് നമ്മൾ അടുത്തുള്ളൊരു കുട്ടീനെ വായി നോക്കുകയാണ്. അതായത് വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സ്, അടുത്തുള്ളൊരു വസ്തുവിനെ നോക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ സീലിയറി മസിൽസ് ഒക്കെ എന്താ ടെൻഷൻ അടിച്ചിട്ടാണ് നോക്കുക. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുട്ടി കാണോ, പ്രശ്നമാവോ, അല്ലോ സീനാവോ, ഡാർക്കാവോ, ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, സീലിയറി മസിൽസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് സങ്കോചിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ എന്ത് ചെയ്യുക, ആ കുട്ടിയെ നമുക്ക് നോക്കാം. അപ്പോൾ സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. അതായത് സീലിയറി പേശികൾ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സീലിയറി പേശികൾ സങ്കോചിച്ചാൽ സ്നായുക്കൾ എന്ത് ചെയ്യണം? അയയണം, അതായത് ലൂസ് ആവണം. സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്താൽ ലിഗമെന്റ്സ് എന്ത് ചെയ്യണം? റിലാക്സ് ചെയ്യണം. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ വിചാരിക്കുക. അതെന്താ അങ്ങനെ? അതങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ സീലിയറി പേശികൾ സങ്കോചിച്ചു, അപ്പൊ സ്നായുക്കൾ അയയുന്നു. ഓക്കെ, അത് ആ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. ഇനി നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ദൂരെയുള്ള 2 പെൺകുട്ടികളെ ഞാൻ വായി നോക്കാന്ന് വിചാരിക്കുക. എനിക്ക് സുഖമായിട്ട് റിലാക്സ് ചെയ്തിട്ട് കൂളായിട്ട് വായി നോക്കിക്കൂടെ? അതെ. അപ്പൊ എന്റെ സീലിയറി മസിൽസ് റിലാക്സ്. അപ്പൊ സീലിയറി മസിൽസ് റിലാക്സ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? ലിഗമെന്റ്സ്. അപ്പൊ ലിഗമെന്റ്സ് എന്ത് ചെയ്യണം? ടൈറ്റ് ആവണം, സ്ട്രെച്ച് ആവണം. ഓക്കെ, അപ്പൊ ലിഗമെന്റ്സ് സ്ട്രെച്ച്, അതായത് സ്നായുക്കൾ എന്ത് ചെയ്യണം? വലിയണം. സീലിയറി പേശികൾ റിലാക്സ് അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിലാവുമ്പോൾ സ്നായുക്കൾ വലിയണം. പക്ഷെ അടുത്തുള്ളതാവുമ്പോൾ സീലിയറി പേശികൾ എന്ത് ചെയ്യും? സീലിയറി പേശികൾ കോൺട്രാക്ട് ആവും. സീലിയറി പേശികൾ ഒരു മിനിറ്റ്. സീലിയറി പേശികൾ കോൺട്രാക്ട് എങ്കിൽ സങ്കോചിക്കാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ലിഗമെന്റ്സ് എന്ത് ചെയ്യും? റിലാക്സ് അല്ലെങ്കിൽ അയയും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു കണക്ഷൻ വെച്ചിട്ട് പഠിക്കാം. ഇനി അടുത്തൊരു പോയിന്റ് എന്താ വെച്ചാൽ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ലെൻസിന്റെ ദൂരവും അതേപോലെ തന്നെ ലെൻസിന്റെ കർവേച്ചർ അല്ലെങ്കിൽ ലെൻസിന്റെ വക്രതയാണ് ഇനിയുള്ളത്. അതിങ്ങനെ ഇത്ര ആലോചിച്ചാൽ മതി. നിയർ ബൈ ഒബ്ജക്ട്സ്, അടുത്തുള്ള വസ്തുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. ഇനി ഫോക്കൽ ലെങ്ത് ഡിക്രീസസ് ആണെങ്കിൽ എന്തായാലും കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യണം? ഇൻക്രീസസ് ആവണം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആവണമെന്ന് ചിന്തിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ വിചാരിക്കുക. അപ്പൊ ഇവിടെ ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്, അപ്പൊ ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസസ്. സിമ്പിൾ അല്ലേ? ഇനി നേരെ മറ്റേ ചിന്തിക്കും. അതായത് വൈൽ വ്യൂയിങ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ്, ദൂരെയുള്ള ഒബ്ജക്റ്റ് ആകുമ്പോൾ കർവേച്ചർ ഓഫ് ലെൻസ് ഫോക്കൽ ലെങ്ത് എന്തായാലും ദൂരമാകുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? കൂടണം. ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ബുദ്ധി വെച്ച് ചിന്തിക്ക്. ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ് ആണെങ്കിൽ കർവേച്ചർ ഓഫ് ലെൻസ് എന്തായിരിക്കണം? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിക്രീസസ്. അതങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഡിക്രീസസ്. അതായത് ഇനി ഇപ്പുറത്തേക്ക് ഫോക്കൽ ദൂരം ഇവിടെ കുറയുന്നു,
അപ്പോൾ സ്വാഭാവികമായിട്ടും ലെൻസിന്റെ കർവേച്ചർ കൂടുന്നു. ഇനി ദൂരമുള്ള വസ്തുവാണെങ്കിൽ ഫോക്കൽ ദൂരം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓ, എന്തൊരു സുഖം, എന്തൊരു സുഖം, എന്തൊരു സുഖം. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ണിൽ നടക്കുന്ന പ്രധാനപ്പെട്ട 4 മാറ്റങ്ങൾ, അടുത്ത വസ്തുവിനെ നോക്കുമ്പോഴും അകലെയുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോഴും. അപ്പോൾ നമ്മളത് കറക്റ്റ് ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പക്കായിട്ട് പഠിച്ചല്ലോ. സോ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മുത്തുമണികൾ എന്ത് ചെയ്യണം? ഞാനൊരു ചോദ്യം എന്ത് ചെയ്യാം ഇവിടെ താഴെ കൊടുക്കാം, അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതായത് കണ്ണിൽ മാത്രമുള്ള 2 ടൈപ്പ് സെല്ലുകൾ, ഓക്കെ, 2 ടൈപ്സ് ഓഫ് സെൽസ് പ്രസന്റ് ഓൺലി ഇൻ ഐസ്. ഓക്കെ, 2 ടൈപ്സ് ഓഫ് സെൽസ്, കണ്ണിൽ മാത്രം കാണപ്പെടുന്ന രണ്ട് കോശങ്ങളുണ്ട്, 2 ടൈപ്പ് കോശങ്ങളുണ്ട്. അത് ഏതാണെന്നുള്ളത് താഴെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ സി യു സൂൺ. വീണ്ടും കാണാൻ വിധിയുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട മസിൽ സർ. താങ്ക് യു.